നിങ്ങൾ യു കെയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ അവിടുത്തെ ഗവൺമെന്റിന് കൊടുത്ത് തീരത്തേ ഉള്ളൂ. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ യു കെ ഗവൺമെന്റിന്റെ ടാക്സ് റൂൾസ് നോക്കുവാണെങ്കിൽ വേൾഡ് വൈഡ് ഇൻകത്തിനകത്ത് നിന്ന് വരെ യു കെ ഗവൺമെന്റ് ഇനി ടാക്സ് പിടിച്ചു തുടങ്ങും. സോ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് കാശെങ്കിലും ദുബായിലോട്ട് വിത്തിൻ ഒരു 5 വർഷത്തിനുള്ളിൽ മൂവ് ചെയ്യുന്നതാണ്. വെറുതെ മൂവ് ചെയ്താൽ പോരാ, നിങ്ങൾ ദുബായിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ യു കെയിലുള്ളൊരു ബിസിനസ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രാഞ്ചൈസിയോ അല്ലെങ്കിൽ പുതിയൊരു കമ്പനി ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് ദുബായിൽ ക്രിയേറ്റ് ആവുന്ന കാശ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡുള്ള ഏതൊരാളും ദുബായിൽ വന്ന് ബിസിനസ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന കാശിനകത്തുനിന്ന് ഒരിക്കലും ഒരു ഗവൺമെൻറ്റിനും ടാക്സ് പിടിക്കാൻ പറ്റത്തില്ല. സോ നിങ്ങളുടെ കാശ് ദുബായിൽ തന്നെ ഇട്ട് കറക്കുവാണെങ്കിൽ ആ കാശിന് 0 ടാക്സ് ആണ്. അത് മാത്രമല്ല, ദുബായിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ ഏറ്റവും കുറവ് കോർപ്പറേറ്റ് ടാക്സ് ഉള്ള ഒരു രാജ്യമാണ് UAE. അത് മാത്രമല്ല, വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ റെന്റൽ റിട്ടേണും ക്യാപിറ്റൽ അപ്രിസിയേഷനും കിട്ടുന്ന ഒരു നാടും കൂടാണ് UAE. സോ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ദുബായിൽ വന്ന് സെറ്റിൽ ആവണമെങ്കിലോ അല്ലെങ്കിൽ ദുബായിൽ എങ്ങനെ കാശ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നോ അറിയണമെങ്കിൽ ഷുവറായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. വേറൊന്നുമല്ല, റീസെൻ്റ്ലി മലയാളികളായ UK മില്യനേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണിത്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എങ്ങനെ UK നിന്ന് ദുബായിലോട്ട് നിങ്ങളുടെ വെൽത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം.